നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ചക്കരയമ്മ സാജൻ എന്ന് പറയുമ്പോൾ എൻ്റെ സിനിമയുടെ പേരാണ് ചക്കരയമ്മ സാജൻ. അത് നിങ്ങൾക്കറിയാം. എങ്കിലും എന്നെ ആ രീതിയിൽ അറിയപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ചക്കരയമ്മ സാജൻ എന്നെപ്പോഴും പറയുന്നത്. ചക്കരയമ്മ എന്ന സിനിമ ചെയ്യുന്ന കാരണം അദ്ദേഹം നല്ലൊരു നിർമ്മാതാവ്, നല്ലൊരു വ്യവസായി ആയിരുന്ന ഒരു പ്രമുഖനായ നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യാനായിട്ട് എന്നെ ക്ഷണിക്കുന്നത്. അത് ഞാൻ ഈ ചക്കരയമ്മ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം 3 ചിത്രങ്ങൾ എടുത്തിരുന്നു. ആദ്യം പുള്ളി എടുത്തത് ചാമരം, ഭരതൻ സാറായിരുന്നു അതിൻ്റെ സംവിധായകൻ. പിന്നീട് രക്തം, പിന്നീട് കർത്തവ്യം. 3 പ്രബല സംവിധായകരാണ്, വളരെ പ്രശസ്തരായ ഹിറ്റ് മേക്കേഴ്സാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ 3 ചിത്രങ്ങളും സംവിധാനം ചെയ്തിരുന്നത്. ഈ ജഗൻ പിക്ചേഴ്സ് അപ്പച്ചൻ സാറ് സിനിമയിൽ വരാനുള്ളൊരു കാരണമുണ്ട്. അദ്ദേഹം കോട്ടയംകാരനാണ്, അദ്ദേഹം ഭാര്യ കോട്ടയംകാരിയാണ്. അദ്ദേഹം പിന്നീട് എറണാകുളത്ത് ഗിരിനഗറിൽ താമസമായി. അപ്പോൾ അദ്ദേഹത്തിന് 2 മക്കളായിരുന്നു. ഒരാളുടെ പേരാണ്, ഇളയാളിൻ്റെ പേരാണ് ജഗൻ. അദ്ദേഹം ഒരു ദൂരയാത്ര എവിടെയോ ഒരു തീർത്ഥാടനത്തിനോ മറ്റോ പോയിട്ട് വരുന്ന വഴി ഇളയ കുഞ്ഞ് ജഗൻ ചെറിയൊരു അപകടത്തിൽ മരണപ്പെട്ടു പോയി. കുഞ്ഞറിയാതെ മറ്റോ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സംഭവം മറ്റാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ പേരിലാണ് ജഗൻ പിക്ചേഴ്സ്. അപ്പോൾ ജഗൻ പിക്ചേഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം എറണാകുളത്ത് ഒരു ഹോട്ടൽ ബിസിനസ്സായിരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ ഹോട്ടൽ ബിസിനസ്, ഒരു വ്യവസായ പ്രമുഖൻ, സഹൃദയൻ ഒക്കെയാണ്. ഇങ്ങനെ സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ളതുകൊണ്ടാണ് ഒരു സിനിമ, നല്ല കലാമൂല്യമുള്ള സിനിമ എടുക്കണം, അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇടയ്ക്ക് പരിചയപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ എസ് എൻ സ്വാമി. എസ് എൻ സ്വാമി ഒരു സിനിമ, എല്ലാ സുഹൃത്തുക്കളും സ്വാമിക്ക് സുഹൃത്തുക്കളാണ്, എല്ലാ സിനിമാക്കാരും. വ്യാപാര രംഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു റെയിൽവേ കോൺട്രാക്ടറായിരുന്നു. പിന്നെ ഈ ജഗൻ പിക്ചേഴ്സ് അപ്പച്ചനായിട്ട് നേരത്തെ നല്ല പരിചയമുണ്ട്. അങ്ങനെയാണ് സിനിമയെക്കുറിച്ചൊക്കെ ജഗൻ പിക്ചേഴ്സ് അപ്പച്ചൻ സാറ് സ്വാമിയോട് സംസാരിക്കുന്നതും. സ്വാമി പറയുന്നത് നല്ലതാണ്, അപ്പച്ചനെ പോലെ നല്ലൊരു കലാ ആസ്വാദനം ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും സിനിമ എടുത്താൽ വിജയിക്കും. ഏതിനും ജഗനല്ല അപ്പച്ചന് ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടല്ലോ, നല്ല സിനിമ എടുക്കണമെന്നുള്ളത്. അത് തന്നെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കലാമൂല്യമുള്ളൊരു ചിത്രം എടുക്കണം എന്ന് അവരാലോചിക്കുകയും, അപ്പോൾ സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അപ്പച്ചനൊരു ദൈവവിശ്വാസിയാണല്ലോ, ഞാനും ദൈവവിശ്വാസിയാണ്. അപ്പോൾ 100% ദൈവവിശ്വാസിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഒരു എഞ്ചിനീയറുണ്ട്. അദ്ദേഹം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി സാധാരണ രീതിയിലുള്ള ജ്യോത്സ്യം പോലല്ല, അദ്ദേഹത്തിന് പ്രത്യേക രീതിയിലുള്ള ജ്യോത്സ്യം നോക്കാൻ അറിയാം. അപ്പോൾ അപ്പച്ചന് സിനിമ എടുക്കണം താല്പര്യമുണ്ടെങ്കിൽ ഈ ജ്യോത്സ്യം ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നിയാൽ അപ്പച്ചൻ സിനിമയിലേക്ക് ഇറങ്ങുക. കാരണം അപ്പച്ചനിപ്പം നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണ്, സിനിമ എടുക്കാനും താല്പര്യമുണ്ട്. സിനിമ നല്ല മേഖലയാണ്, നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ സിനിമ നല്ല മേഖല തന്നെയാണ്. അല്ലാതെ ഒന്നും അറിയാതെ ചില ആൾക്കാർ സിനിമ എടുക്കാൻ വരുമ്പോൾ അതിൻ്റേതായ ഭവിഷ്യത്തുകളുണ്ടാവും. അത് നമുക്ക് അറിയാവുന്നതാണ്, അത് ഇന്നും നിലനിന്ന് പോകുന്നതാണ്. സിനിമയെക്കുറിച്ചൊന്നും അറിയാതെ ചില ആൾക്കാർ സിനിമ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരാജയമായിരിക്കും. ഏത് ബിസിനസ് ചെയ്താലും ശരി, അത് കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾ ചെയ്താൽ അതിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഒന്നും അറിയാതെ നമ്മളൊരു ഇന്നത് ചെയ്യണം, അത് ലാഭകരമാണെന്ന് പറഞ്ഞിട്ട് ഒന്നിലേക്ക് എടുത്ത് ചെയ്യാൻ പാടില്ല. അത് ഏത് ജോലിയായാലും ശരി. അപ്പോഴപ്പച്ചൻ ചോദിച്ചു, അത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അപ്പച്ചൻ നമ്മുടെ അപ്പച്ചനെ നമ്മുടെ എസ് എൻ സ്വാമി ആ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോയി. അദ്ദേഹം കൊച്ചിൻ ഷിപ്പ് യാർഡിലെ എഞ്ചിനീയറാണ്, നല്ല വിദ്യാസമ്പന്നൻ. നമ്മുടെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഈരാളിയുടെ സഹോദരിയുടെ ഭർത്താവാണ്, കോരസാർ എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അതായത് ജ്യോത്സ്യം നോക്കുന്നത് സാധാരണ ശമ്പളം വാങ്ങിയിട്ടോ പ്രതിഫലം വാങ്ങിയിട്ടൊന്നും അല്ല, അത് ജർമ്മൻ എന്തോ ഒരു സയൻസാണത്. അതായത് ചീട്ടുകളാണതിൽ, ചീട്ടുകൾ വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ പണ്ട് പഠിച്ചെടുത്തതാണത്. അത് മിക്ക ആൾക്കാരും അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പലതും എന്തെങ്കിലും ഒരു പുതിയ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുമ്പോൾ കോരസാറിൻ്റെ നിർദ്ദേശം സ്വീകരിക്കാറുണ്ട്, അത് വിജയിക്കാറുമുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് കോരസാറിൻ്റെ അടുത്തേക്ക് അപ്പച്ചൻ സാറിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ 3 ചീട്ടുകളായിട്ട് 4 കള്ളികളിൽ വെച്ചിട്ട് 3, 12, 24 ചീട്ടുകളാണ്. 3, 3, 3, 3. അതുപോലെ താഴെ 3, 3, 3, 3. ഇതിങ്ങനെ
ഇപ്പം നമ്മൾ ഏത് പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്ന ആൾ, ഇപ്പം ഞാൻ ഉദ്ദേശത്തിന് ഞാൻ ഒരു കാർ ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത് നിൽക്കട്ടെ. അപ്പോൾ അദ്ദേഹം ചീട്ട് കുത്തിയിട്ട് എൻ്റെ കയ്യിലേക്ക് തരും. ഞാനാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിക്കണം, നമ്മൾ കശക്കണം ചീട്ട്. ഞാൻ ഈ കാർ ബിസിനസ് ചെയ്യാൻ പോവുകയാണ്, ഈ ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങിയാൽ രക്ഷപ്പെടുമോ, ബിസിനസ് വിജയിക്കുമോ എന്ന് നമ്മൾ ഇങ്ങനെ ചീട്ട് കുത്തിയിട്ട് കുറേ നേരം മനസ്സ് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഏത് ഈശ്വരനെ വിചാരിക്കാം. ഇനി മുസൽമാനെന്നോ ക്രിസ്ത്യാനിന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല, ആർക്കും പോകാം. അത് പുള്ളി പ്രതിഫലം ഉദ്ദേശിക്കുന്നുമില്ല, പുള്ളിക്കൊരു കലയായിട്ടാണത്. നമ്മൾ സാറിനെ കൊടുക്കും. സാർ അത് ചീട്ട് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൽ ചില എസ് സ്വാമിക്ക് ഇപ്പോഴും അറിയാം കേട്ടോ, നമ്മുടെ ഡയറക്ടർ ജോഷിക്കും അറിയാം. പിന്നീട് കുറേ കാലമായപ്പോൾ എനിക്കൊന്നും അറിയില്ല, ഞാൻ കണ്ടു പോയിട്ടുണ്ട്. ഞാൻ കുറേ സിനിമ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് കാണാറുണ്ട്. അതൊക്കെ കുറച്ച് പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ കുറേ സ്ഥലത്ത് നമ്മളോട് ഇല്ല, സാറിൻ്റെ ശിഷ്യനാണ് സ്വാമി, അങ്ങനെ ഏതായാലും അങ്ങനെ ചീട്ടുകൾ നോക്കിയിട്ട് അത് ചിലപ്പോൾ നന്നായിട്ട് അതിൻ്റെ അസോസിയേഷൻ വന്നില്ലെങ്കിൽ കുറേ സ്ഥലത്ത് പറയും വേണ്ട, ഇത് നിങ്ങൾക്കത് ചെയ്യാൻ ശരിയാവില്ല എന്നാണ് ഈ കണക്ക് പറയുന്നത്. അങ്ങനെ 2-1 പ്രാവശ്യം നോക്കും. അപ്പോൾ അതിൽ മിക്ക ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല. ചില ആൾക്കാർ അത് ചെയ്തിട്ടുണ്ട്. പല ബിസിനസ്സുകൾ, ഹോട്ടൽ ബിസിനസ്സായാലും ശരി, മറ്റ് ബിസിനസ്സുകൾ, കാർ ബിസിനസ്, അത് പല ബിസിനസ്സിലും വ്യാപാര രംഗങ്ങളിൽ പല അദ്ദേഹത്തിന് സന്ദർശിക്കാറുണ്ട്. അവരെല്ലാം വിജയം വരിച്ചിട്ടുള്ള ചരിത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ സാറ് എസ് എൽ സ്വാമി അപ്പച്ചനോട് പറഞ്ഞു എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് നോക്കി, ഇങ്ങനെ നോക്കിയപ്പോൾ സിനിമയിലേക്ക് ഇറങ്ങാം. അടുത്ത ഘട്ടമാണ് ആര് ഡയറക്ടറാവണം, ആര് അഭിനയിക്കണം, ആര് കഥ എഴുതണം. ഇങ്ങനെ ഓരോന്നായിട്ട് അവർ നോക്കിയാണ് ചാമരം എന്ന സിനിമ ഉണ്ടാകുന്നതും ഭരതൻ സാർ ഡയറക്ടറായി വരുന്നതും അതിൽ അഭിനേതാക്കൾ വരുന്നതും എല്ലാം നോക്കിയിട്ട് നല്ല വിജയമായിരുന്നു. നല്ല മനോഹരമായ ചിത്രമായിരുന്നു ചാമരം. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ചിത്രം എടുക്കുമ്പോൾ കുറച്ചുകൂടെ ബൃഹത്തായ ചിത്രം എടുക്കണമെന്ന് അപ്പച്ചൻ സാറിന് ആഗ്രഹം, സ്റ്റാർ വാല്യൂ ഒക്കെ എടുത്തിട്ട്. അങ്ങനെ ഇതിപ്പം നെടുപിടി വേണവും ഇവിടെ പ്രതാപ് പോത്തനും സിരണഭാവൊക്കെ അഭിനയിച്ചോടെ ഒരു ചാമരം, നല്ല പാട്ടൊക്കെയാണ്, ഒരു കലാമൂല്യമുള്ള ചിത്രമാണ്. അപ്പോൾ കുറച്ച് ബൃഹത്തായ ചിത്രം എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കൊമേഴ്സ്യൽ വാല്യൂ വേണം. അപ്പോൾ കൊമേഴ്സ്യൽ വാല്യൂവിനോട് അപ്പച്ചൻ സാറിന് താല്പര്യക്കുറവൊന്നുമില്ല, എങ്കിലും നല്ല സിനിമയായിരിക്കണം. അങ്ങനെയാണ് രണ്ടാമത്തെ പടം എടുക്കുന്നത്, രക്തം. ജോഷി സംവിധായകനാകുന്നു, ജോഷിയും കൊണ്ടവിടെ പോകുന്നു. ജോഷി നല്ല പടം എടുക്കുന്ന ആളാണ്. അങ്ങനെ ഒരു 9 സിനിമ രക്തം ഭയങ്കര വിജയമായിരുന്നു. അതിനുശേഷം എടുത്താണ് കർത്തവ്യം, അതും ഇതുപോലെ തന്നെ 9 വിജയം. അപ്പോൾ സാറിന് അദ്ദേഹത്തിൻ്റെ മറ്റേ ഹോട്ടൽ മേഖല പുള്ളി വിട്ടു, മുഴുവൻ സമയം സിനിമ, നല്ല രീതിയിലുള്ള സിനിമ എടുക്കുന്ന നിർമ്മാതാവ് ജഗൻ പിക്ചേഴ്സ്. അടുത്ത സിനിമ ആലോചിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ്റെ ചീട്ടിൽ നിന്നും ഈ വലിയ വലിയ പ്രഗത്ഭന്മാരായ ആൾക്കാരുടെ പേരുകളൊന്നും അങ്ങനെ വീഴുന്നില്ല. പിന്നെന്ത് ചെയ്യും? അപ്പോൾ KR ഷൺമുഖം എന്നൊരു പ്രൊഡക്ഷൻ മാനേജറാണ് ഇദ്ദേഹത്തിനോട് എപ്പോഴും ഉള്ളത്. അദ്ദേഹം പ്ലാനിങ്ങാണ് മിടുക്കനാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു. തേങ്ങാപട്ടണമാണ്, തിരുവനന്തപുരത്തിന് അടുത്തുള്ള തേങ്ങാപട്ടണമാണ് പുള്ളിക്കാരൻ്റെ സ്ഥലം. പ്രായമായി അദ്ദേഹമാണ്, ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഷൺമുഖം ഇപ്പം നമ്മൾ ഈ ചീട്ടിൽ ഒരു ഡയറക്ടർമാരുടെ പേരും വീഴുന്നില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ സിനിമ എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കൂടെ എസ് എൽ സ്വാമിയുണ്ട്. അപ്പോൾ സ്വാമിയുടെ ഷൺമുഖണ്ണം പറഞ്ഞു, സ്വാമിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സ്വാമിയുടെ മനസ്സിൽ ഒക്കെ എൻ്റെ പേരുണ്ട്. എസ് എൽ സ്വാമിയെ മുൻപേ എനിക്കറിയാം. എനിക്കറിയാമെന്ന് വെച്ചാൽ ഞാൻ ഈ ചക്രയമ്മയ്ക്ക് മുമ്പൊരു ഇഷ്ടപ്രാണേശ്വരി എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിരുന്നു. അതിൽ പഴയ മരിച്ചുപോയ ശോഭയും ജോസും ഒക്കെ ആയിരുന്നു. ധർമ്മടത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അത് വലിയ വിജയമായിരുന്നില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് 2-3 ഷെഡ്യൂളൊക്കെ ആയിട്ട് എടുത്തു. നിർമ്മാതാവിൻ്റെ പണമൊക്കെ ഇല്ലാതെ എടുത്ത ഒരു പടമാണ്, വലിയ വിജയമൊന്നും ആയില്ല. പക്ഷെ അത് സ്വാമി ആ കാലത്ത് ഏത് സിനിമ വന്നാലും കാണുന്നൊരു സ്വഭാവമുണ്ട് സ്വാമിക്ക് എന്തുകൊണ്ടോ ആ പടവും ഇഷ്ടപ്പെട്ടു. അതിന് മേക്കിംഗ് എടുത്ത് പാട്ടൊക്കെ എടുത്ത് ഡാൻസ് മാസ്റ്റർ ഇല്ലാതെ ഞാൻ എടുത്തു. ലക്ഷ്മൺ ഗോറ എന്ന് പറഞ്ഞ വില്യംസിൻ്റെ ഗുരുവാണ് അതിൻ്റെ ക്യാമറമാൻ. ധർമ്മടത്തായിരുന്നു നമ്മുടെ ഷൂട്ടിങ്. ധർമ്മടം എന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ അസംബ്ലി സീറ്റ് ധർമ്മടം അവിടെയായിരുന്നു, തലശ്ശേരിയിൽ. നല്ല സ്ഥലമാണ്, നല്ല ദ്വീപ്, നല്ല ലൊക്കേഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ സ്വാമി പറഞ്ഞു, അല്ല നമുക്ക് ഇപ്പം നിലവിലുള്ള സംവിധായകരൊന്നും നമ്മുടെ ചീട്ടിൽ വരുന്നില്ലെങ്കിൽ നമുക്ക്, അപ്പം തീർച്ചയായിട്ടും ചീട്ടിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ ദൈവവിശ്വാസികളാണ്, നമുക്ക് എന്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള അസോസിയേറ്റ് ഡയറക്ടർമാർ ചിന്തിച്ചുകൂടാ? അങ്ങനെ അപ്പച്ചൻ പറഞ്ഞു, ശരി അങ്ങനെ നോക്കാം. അപ്പോൾ അങ്ങനെ സ്വാമിക്കും പരിചയമുള്ള ഷൺമുഖണ്ണനും പരിചയമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ കരുതിക്കൊണ്ട് അവർ ചീട്ടിട്ട് നോക്കി.
മദ്രാസിലേക്ക് എന്നെ വിളിക്കുന്നു. ഞാൻ മദ്രാസിലാണ് താമസിക്കുന്നത്. ഞാൻ വരുന്നു. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വേഗമായിരുന്നു. അങ്ങനെയാണ് ചക്കരയുമ്മ എന്ന സിനിമ എനിക്ക് ലഭിക്കുന്നത്. അത് ഞാനും കോര സാറിനെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശീർവാദവും അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പടം നല്ലൊരു വിജയമായിരുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് ഈ സാജൻ ചക്കരയുമ്മ എന്ന പേരിടാൻ കാരണം. പിന്നീട് അടുത്ത പടം എനിക്ക് വരുന്നത് കൂട്ടിളങ്കിളി എന്ന സിനിമയാണ്, പ്രഭാകരൻ പുത്തൂരിൻ്റെ. അദ്ദേഹം നാനാ പ്രസിദ്ധീകരണങ്ങളുടെ കുമാരി വാരികയിൽ വന്ന ഒരു കഥയാണ്. കുമാരിയാണെന്ന് തോന്നുന്നത്. പ്രഭാകരൻ പുത്തൂരിൻ്റെ കഥയാണ് കൂട്ടിളങ്കിളി. അത് നല്ലൊരു കഥയാണ്. എൻ്റെ വൈഫൊക്കെ വായിച്ചിട്ടുള്ളതാണ്. വൈഫ് ഒരുപാട് വായനയൊക്കെ ഉള്ളതുകൊണ്ട് മനോരമയും മംഗളമൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ ഈ കഥ നമ്മുടെ വിജയ മൂവീസ് അവർ ആദ്യം എടുക്കുന്ന സിനിമയാണ്. ഈ കഥ സിനിമയാക്കാൻ നോക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഏതായാലും ജഗൻ പിക്ചേഴ്സ് മാത്രം ഇങ്ങനൊരു അനുഭവമുണ്ട്, നമുക്ക് കോരസ്ഥാനത്ത് പോകാം. അങ്ങനെ അവരെയും കൊണ്ട് ഇപ്പോൾ എസ് എൻ സ്വാമിയാണ് തിരക്കഥ എഴുതുന്നത്, കരുൾ ഡെന്നിസും ഉണ്ട്. അങ്ങനെയാണ് കൂട്ടിളങ്കിളി എടുക്കുന്നത്. അതും വലിയ വിജയമായി. അപ്പോൾ സിനിമയിൽ മുഴുവൻ ഒരു പാട്ടായി. പിന്നെ ജൂബിലി പിക്ചേഴ്സ്, എവർഷൈൻ പ്രൊഡക്ഷൻസ്, അങ്ങനെ പല പല നിർമ്മാതാക്കൾ സാറിനെ കാണാൻ പോകും. സാറ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാറിനൊരു പ്രതിഫലം കവർ ലെറ്റർ കൊടുക്കും. സാർ എത്ര വേണ്ടാന്ന് പറഞ്ഞാൽ സാറിന് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കും. അപ്പോൾ വിശ്വാസം ഒന്നും മോശമായില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം. പിന്നീടാണ് നമ്മൾ പലരും പല ഭാഗത്തേക്ക് പോകുന്നതും പഴയ രീതിയിലുള്ള സിനിമ എടുപ്പല്ലല്ലോ ഇപ്പം. അങ്ങനെ ഇരിക്കവേ അടുത്ത് ഞങ്ങൾ ഒരു സിനിമ വിജയ മൂവീസിൻ്റെ കൂട്ടിളങ്കിളിക്ക് ശേഷം അടുത്താണ് ഒരു നോക്ക് കാണാൻ. അപ്പോൾ ഈ ലൊക്കേഷനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ സിനിമയ്ക്ക് ഇപ്പോൾ ചക്കരയുമായി അടുത്ത് കൂടുതലും എറണാകുളത്താണ്, കൂട്ടിളങ്കിളി അത് തന്നെ. പക്ഷേ ഒരു നോക്ക് കാണാൻ നമ്മുടെ AK സാജൻ്റെ കഥയാണത്. എസ് എൻ സ്വാമിയാണ് തിരക്കഥാ സംഭാഷണം. അപ്പോൾ അതിന് ഞാൻ പണ്ട് ഈ തൃശ്ശൂരൊക്കെ പോകുന്ന സമയത്ത്, നല്ല സ്ഥലമാണ് തൃശ്ശൂർ, പാലക്കാട്, തൃശ്ശൂർ, ഇങ്ങനെ എല്ലാം എറണാകുളത്ത് തന്നെ ആകണ്ട എന്ന് കരുതി ഞാനങ്ങനെ നമ്മുടെ നിർമ്മാതാക്കളടുത്ത് പറഞ്ഞു, ഈ സിനിമ നമുക്ക് തൃശ്ശൂർ എടുത്താലോ. അപ്പോൾ ഒരു സംഭവം, ഇന്ന് വരെ മലയാള സിനിമ തൃശ്ശൂർ എടുത്തതെല്ലാം ഫ്ലോപ്പാണ്. എന്തോ വേറെ എവിടെ പോയാലും കുഴപ്പമില്ല, തൃശ്ശൂർ വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് നമ്മൾ ഒന്നിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ തൃശ്ശൂർ തന്നെ വേണം നിർബന്ധം. കാരണം അവിടെ നല്ല ഒരു ലൊക്കേഷനും കാര്യങ്ങളും നല്ല നല്ല ബിൽഡിങ്ങുകളും പുതിയ രീതിയിലുള്ള ആധുനികമായ രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എറണാകുളത്ത് പലതും കൺജസ്റ്റഡാണ്. കുറച്ച് മുറ്റവും കാര്യങ്ങളും പൂക്കളും ഒക്കെ ഉള്ള മൈതാനങ്ങളുള്ള ചെടികളൊക്കെ ഉള്ള ഒരു വലിയ വീടിന് മുമ്പിൽ നല്ലൊരു ഉദ്യാനം ഉണ്ടായിരിക്കും. അത് എറണാകുളത്ത് സ്ഥലപരിമിതിയാണ് കുറവായിരിക്കും. ഇപ്പം ഞാൻ ജഗൻ പിക്ചേഴ്സിൻ്റെ അപ്പൻ സാറിൻ്റെ ചക്കരയമ്മ എടുക്കുമ്പോൾ ആ വീടിൻ്റെ പൂന്തോട്ടം ഒരു സൈഡിലാണ്. പക്ഷേ തൃശ്ശൂർ അങ്ങനെയല്ല. തൃശ്ശൂർ വലിയ വലിയ ബംഗ്ലാവുകളുടെ മുമ്പിൽ നല്ല പൂന്തോട്ടമായിരിക്കും. കൂടുതൽ എഞ്ചിനീയേഴ്സൊക്കെയാണ് അവിടെ ഉള്ളത്, എഞ്ചിനീയേഴ്സും വ്യവസായ പ്രമുഖരും. തൃശ്ശൂർ ഒരു പ്രത്യേകതയുണ്ട്, വൈകുന്നേരം 8 മണി കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരം ശാന്തമാണ്. തൃശ്ശൂരാണെന്ന് തോന്നിപ്പോവും, ഒരു കടപോലും ഉണ്ടാവില്ല. ഇപ്പോഴെങ്ങനെ എനിക്കറിയില്ല, പണ്ടങ്ങനെയായിരുന്നു. ഒരു 7 മണിയൊക്കെ ആകുമ്പം പിന്നെ എല്ലാവരും വീടുകളിലാണ് സന്തോഷമായിട്ട് അവർ ജീവിതം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോഴും അങ്ങനെയാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ 1-2 പേര് തൃശ്ശൂരുണ്ടായിരുന്നു. പണ്ടെന്നെ തൃശ്ശൂർ ഈ പോൾ പുളിക്കൻ എന്നൊരാൾ എനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു. അതാണ് ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹം എന്നെ ഞാൻ മുമ്പ് ആദ്യമായിട്ട് ദുബായ് യാത്ര പോകാൻ നേരത്ത് എനിക്ക് പോൾ പുളിക്കനെ ഞാൻ ബോംബെയിൽ വെച്ച് പരിചയപ്പെട്ടു. ബോംബെയിൽ വെച്ച് പരിചയപ്പെടാൻ കാരണം അന്ന് ഗൾഫിൽ നിന്ന് എനിക്ക് വിസ അയച്ചു തരുന്നത് ഒരു കമ്പനി മുഖാന്തരം എൻ്റെ സുഹൃത്തുക്കളാണ് അയച്ചത്. ബോംബെയിലുള്ള ട്രാവലിലാണ് അയച്ചിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ നേരത്തെ മദ്രാസിൽ നിന്ന് ബോംബെയിൽ പോയി, ബോംബെയിൽ മാഹിം പാലസ് എന്ന അവിടെയാണ് താമസിച്ചിരുന്നത്. എന്നിട്ട് ട്രാവൽസിൽ പോകും. ആ ട്രാവൽസ് ഇപ്പം വന്നോന്ന് അറിയാനായിട്ടെ. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ആളാണ് ഈ പോൾ പുളിക്കൻ. പുള്ളി ഒരു സരസനാണ്. ഒരു സൗദി അറേബ്യയിൽ അറാംകോ എന്നൊരു കമ്പനിയുണ്ട്, അവിടുത്തെ തൊഴിലാളികളെ കേരളത്തിൽ സെലക്ട് ചെയ്യുന്ന പുള്ളിയാണ്. പുള്ളി നേരിട്ട് വന്ന് സെലക്ട് ചെയ്യും. കാരണം ഈ ഏജൻസി മുഖാന്തരം പോകുമ്പോൾ പലരും ക്വാളിഫൈഡ് ആയിരിക്കില്ല. മിക്കവാറും ലേബേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അവർ ക്വാളിഫൈഡ് ആണോ എന്ന് പറഞ്ഞിട്ട് കയറി പോകുമ്പോൾ ഒരുപക്ഷെ അവിടെ കൊണ്ട് ചെല്ലുമ്പം അവർ ക്വാളിഫൈഡ് അല്ലെങ്കിൽ വെറുതെ തിരിച്ചേക്കേണ്ടി വരും. അതുകൊണ്ട് ഇദ്ദേഹം തന്നെ വന്ന് നേരിട്ട്, ഇപ്പോൾ സിമെൻറ്റ് പൂശുന്ന ആളാണെങ്കിൽ അതറിയണം, കാർപ്പൻ്റർ ആണെങ്കിൽ അതറിയണം, ഏത് തൊഴിലേക്കാണ് കൊണ്ടുപോകുന്നോ അത് ഇവിടെ പുള്ളി നേരിട്ട് കാണണം. അങ്ങനെ വന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ആളാണ്, നല്ല സാലറി കൊടുക്കും. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് പോൾ പുളിക്കൻ. പോൾ പുളിക്കൻ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, സാജൻ എന്തെങ്കിലും ഫ്രീ ആയിരിക്കണം, തൃശ്ശൂരേക്ക് വരണം. അങ്ങനെ തൃശ്ശൂർ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്നേ നോക്കിയപ്പോൾ നല്ല തൃശ്ശൂർ നല്ല സ്ഥലം. അങ്ങനെയാണ് എനിക്ക് തൃശ്ശൂരിനോട് പ്രത്യേക ഇഷ്ടം. ഇത് ഞാനിവിടെ പറഞ്ഞപ്പം നമ്മുടെ വിജയ മൂവീസ് ആലോചിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം,
തൃശ്ശൂരാണ് സാജന് ഇഷ്ടമെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് അവിടെ ആവാം. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കോര സാറിൻ്റെ ചീട്ട് നോക്കാം. അവിടെ പോയി നമ്മൾ കഥയെല്ലാം വെച്ച് നോക്കി കോര സാറിൻ്റെ ചീട്ട് നോക്കിയപ്പം തൃശ്ശൂർ വേറെ മറ്റ് പട്ടണങ്ങളെക്കാളും നല്ലത് ഈ ഒരു നോക്ക് കാണുന്ന സിനിമയ്ക്ക് തൃശ്ശൂർ നല്ലതാണെന്ന് കണ്ടു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആദ്യം എന്തുകൊണ്ട് സിനിമാക്കാർക്ക് എന്ത് ചെയ്താലും വിജയിക്കില്ല എന്ന് എഴുതിത്തള്ളിയ ഒരു നഗരമാണ് തൃശ്ശൂർ. സാംസ്കാരിക നഗരമാണ്, ശക്തൻ തമ്പുരാൻ്റെ നഗരമാണ്. അവിടെ എല്ലാം കൊണ്ടും സംസ്കാരപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാം കൂടെ ഉയർന്ന നിലയിൽ കേരളത്തിലുള്ള സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ എന്ന് ഓർക്കണം. അവിടെ പിന്നെ ഒരു സിനിമ അവിടെ എടുത്തു, നിറഭേദങ്ങൾ. അത് പ്രതാപ് പോത്തൻ, അത് കാരണം മമ്മൂട്ടിക്ക് ഡേറ്റില്ല വന്നപ്പം വിജയ മൂസിന് പെട്ടെന്ന് സിനിമ എടുക്കേണ്ടി വന്നു. അത് നമ്മൾ പെട്ടെന്ന് ഒരു ചെറിയ സബ്ജക്റ്റ് അങ്ങനെ എടുത്താണത്. ജോർജ് ജോസഫിൻ്റെ കഥയാണത്, നിറഭേദങ്ങൾ. അതിൽ പ്രതാപ് പോത്തൻ, അംബിക, ഗീത ഒക്കെ എടുത്ത സിനിമയാണ്. വലിയ ഓട്ടമൊന്നും ഓടിയില്ലെങ്കിൽ നല്ല ലാഭമായിരുന്നു കേട്ടോ. ഒരു ബ്രഹ്മാണ്ഡമായ ഒരു വിജയമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ നഗരമായിട്ട് നമുക്കങ്ങനെ ഇരിക്കവേ നമ്മൾ തന്നെ ആലോചിച്ച് ഇനി എടുക്കുമ്പം പല ഭാഗങ്ങളിൽ തൃശ്ശൂരിലെന്ന വൈകുന്നേരങ്ങളിൽ അവിടുത്തെ സാംസ്കാരിക വേദികളിലൊക്കെ നമ്മൾ പങ്കെടുക്കും. അത് ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് ഇത്രയും പറയാൻ കാരണം, ഇപ്പം നമുക്ക് തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞില്ലേ, ആര്? നമ്മുടെ സുരേഷ് ഗോപിയെ പറ്റി പറയുമ്പോൾ എൻ്റെ സിനിമകളിൽ സുരേഷ് ഗോപി ഇല്ല. കാരണം കൂടുതലും പുള്ളി ഈ ആക്ഷൻ പടങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ടും എൻ്റെ പടം വേറെ രീതിയിലുള്ള ആണല്ലോ. നല്ല സുഹൃത്താണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള പുള്ളി നവോദയയിൽ അഭിനയിക്കാൻ വരുന്ന കാലത്തെ പുള്ളിയെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ സിനിമാക്കാർക്കെല്ലാം കുറച്ച് ആൾക്കാരെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വേണം പരിചയവും സ്നേഹമൊക്കെ വേണം. അപ്പോൾ അദ്ദേഹം ആദ്യമേ തന്നെ ഈ തൃശ്ശൂർ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ഇന്നസെൻ്റ് പലപ്പോഴും പറയും, സുരേഷ് ഗോപി ഒരു എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്, ഒരു ശുദ്ധനാണ്. പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിൽ നിന്നും വരണ്ട, അല്ലാതെ തന്നെ പുള്ളിക്കാരൻ ആവശ്യം പോലെ ഉണ്ട്. അതിന് ഈയിടെ ഈ ചാനലിൽ നമ്മുടെ മിഥുൻ പൊക്കമുള്ള ആൾ, ആ ചാനൽ ഏഷ്യാനെറ്റാണെന്ന് തോന്നുന്നു, അതിൽ പുള്ളി പറയും ഈ കോടിപതി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ കൂടുതൽ സംസാരിക്കുന്ന ആളിനടുത്ത് എന്തെങ്കിലും വിഷമം പറയുമ്പം സുരേഷ് ഗോപി തന്നെ അവരുടെ അടുത്ത് ആശ്വസിപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നുള്ളത് ഇത്ര ലക്ഷങ്ങളാണ് പുള്ളി കൊടുക്കുന്നത്. അത് മിഥുൻ പറഞ്ഞു, ഇതൊന്നും ഞങ്ങളുടെ ചാനലിൽ നിന്ന് കൊടുക്കുന്നതല്ല, പുള്ളിക്കാരൻ്റെ സ്വന്തം കയ്യിൽ നിന്നുള്ള കാശിൽ നിന്ന് ആണ് സുരേഷ് ഗോപി എടുക്കുന്നത്. ഇത് പലർക്കും അറിയില്ല. സുരേഷ് ഗോപി അങ്ങനെ സാധുക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന, ചാരിറ്റി ചെയ്യുന്ന ആളാണ് പുള്ളി. അന്നൊന്നും പുള്ളി രാഷ്ട്രീയത്തിൽ വരുമെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ട്രാഫിക്കിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ വണ്ടി ബ്ലോക്കായി നിന്ന് കഴിഞ്ഞാൽ പുള്ളി ഇറങ്ങും. പുള്ളി സിനിമാടനാണ്, സൂപ്പർ സ്റ്റാറാണെന്നൊക്കെ പുള്ളി അങ്ങ് മറന്നു പോകും. പുള്ളി നേരെ പോയിട്ട് അവിടെ എന്താണ് ബ്ലോക്ക്, എന്തുകൊണ്ടാണ് എന്ന് പുള്ളി അത് ട്രാഫിക് പാലാരിവട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് ഒത്തിരി പറയാനുണ്ടാകും. ഞാനിപ്പം പുള്ളി നിയുക്ത മന്ത്രിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും ഏതാണ്ട് അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പുള്ളി ചെയ്യുന്ന ചാരിറ്റി എന്ന് പറയുന്നത്, നാളെ ഞാനിട്ട് ലോക്സഭയിൽ മത്സരിക്കുമെന്നോ അല്ലെങ്കിൽ മത്സരിച്ച് ജയിക്കുമെന്നോ ജയിച്ചാൽ ഞാൻ മന്ത്രിയാവുമെന്നോ ഒന്നും കണ്ടുകൊണ്ടൊന്നുമല്ല. പുള്ളി അങ്ങനെയൊന്നും കാണുമല്ല. പുള്ളി എന്ത് ചെയ്യുന്നോ അത് അദ്ദേഹം ചെയ്തിരിക്കും. അത് സിനിമാക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, പുള്ളി ഒരുപാട് ട്രോൾ ചെയ്തിട്ട് ഞാനിങ്ങ് എടുക്കുക, തൃശ്ശൂർ ഞാൻ എടുക്കുക എന്നും പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾ ചെയ്തു. ഇപ്പം എന്തായി? സുരേഷ് ഗോപി എന്നെ മെനിയാൻ എന്താ പറഞ്ഞത്? സുരേഷ് ഗോപി പറഞ്ഞു, ഞാനിങ്ങ് എടുക്കുക, തൃശ്ശൂർ എനിക്ക് തന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും, തൃശ്ശൂർ ഞാൻ എൻ്റെ തലയിൽ വെക്കും എന്ന് പറഞ്ഞു. അതാണ് സുരേഷ് ഗോപി. അപ്പോൾ ഈ ട്രോൾ ചെയ്ത ആൾക്കാരുടെ ഇപ്പം എന്തായി? നമ്മളെന്തോ നാടൻ ഭാഷ പറഞ്ഞ ശശിയായി എന്ന് പറയല്ലേ, അങ്ങനെ ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഒന്നുണ്ട്, അദ്ദേഹം നമുക്കിപ്പോൾ ക്യാബിനറ്റ് മന്ത്രി വെച്ചാൽ സാധാരണ ഈ പരിണിത പ്രയത്ന ആൾക്കാരുണ്ടല്ലോ, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, പരിണിത പ്രായം എന്നങ്ങൾ പറയുമല്ലോ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാളങ്ങ് ജയിച്ചുടനോട്ട് ക്യാബിനറ്റ് മന്ത്രി എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കാൻ പോലൊക്കെ അറിയാത്ത ആൾക്കാർ പലതും പറയും. മുമ്പൊരിക്കൽ നമ്മുടെ കേരളത്തിലെ ഏതൊരു മന്ത്രിക്ക് കിട്ടിയപ്പം ഞാൻ ഡൊമിനിക് പ്രസൻറ്റേഷനായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ നമ്മുടെ കേരളത്തിൽ പുള്ളിക്കാരന് എന്തോ സഹമന്ത്രിയാണല്ലോ കിട്ടിയത്. അപ്പോൾ ഡൊമിനിക് പ്രസൻറ്റേഷൻ പറയാണ്, നിങ്ങൾക്ക് എന്തറിയാവുന്ന രീതിയിലാണ് ഈ പറയുന്നത്? ക്യാബിനറ്റ് മന്ത്രി എന്ന് വെച്ചാൽ എന്താണ്? സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി എന്ന് വെച്ചാൽ എന്താണ്? സഹമന്ത്രി എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളത് അറിയാത്ത ആൾക്കാർ പറയുന്നതാണ്. അതിൽ കൂടുതൽ പോസ്റ്റൊന്നും ഉള്ളതല്ല, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉള്ളതല്ല. അങ്ങനല്ല രാഷ്ട്രീയത്തിൽ. സഹമന്ത്രിക്ക് തന്നെ എടുക്കാൻ വയ്യാത്ത ചുമതലയുള്ള വകുപ്പാണ് സഹമന്ത്രിമാർക്ക്. പിന്നെ അദ്ദേഹത്തിന് മുകളിൽ ഒരു മന്ത്രി ഉണ്ടായിരിക്കും. പിന്നെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി എന്ന് വെച്ചാൽ ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമാണ്. പിന്നെ വേറൊന്നുണ്ട്, ഈ മന്ത്രിമാർക്കൊന്നും ശമ്പളമില്ല. അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ വിചാരിച്ചു, മന്ത്രിമാർക്ക് ശമ്പളമില്ലേ? ഇല്ല,
MP മാർക്കുടെ ശമ്പളത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ എനിക്കറിവാണ്, എന്താണെന്ന് ശരിക്കറിയില്ല. പണ്ട് ഡൊമിനിക് പ്രസൻറ്റേഷൻ പറഞ്ഞ ഒരു ഓർമ്മ. ഡൊമിനിക് പ്രസൻറ്റേഷനോട് സിനിമാക്കാരുടെ ഒരു നല്ല അഭ്യുതകാംക്ഷയാണ്, സിനിമാക്കാരനോട് നല്ല ബന്ധമുള്ള ആളാണ്. അങ്ങനെയാണ് നമുക്ക് കുറച്ച് രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ കുറച്ച് അറിവ് കിട്ടുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ എനിക്ക് ചക്കരയുമ്പോൾ ഷൂട്ടിങ് നടക്കുമ്പം എനിക്ക് തേവര കോളേജിൻ്റെ പെർമിഷനൊക്കെ വാങ്ങിച്ചത് ഡൊമിനിക് പ്രസൻറ്റേഷനാണ്. അങ്ങനെ പലതുണ്ട്. പിന്നെ അതുപോലെ ഒരു വ്യവസായ പ്രമുഖനാണ് മോഹൻ വെട്ടത്ത്. തമ്മിൽ എനിക്ക് ഷൂട്ടിങ്ങിന് എല്ലാ ഫൈൻ ആർട്സിൽ പെർമിഷൻ വാങ്ങിച്ചിരുന്നത് മോഹൻ വെട്ടത്താണ്. പുള്ളി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലാണ് ഞാനിപ്പം കൊച്ചിയിൽ താമസിച്ച് പുതിയ സിനിമയ്ക്ക് കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമ്പർക്കങ്ങളിലൂടെയാണ് നമുക്ക് സിനിമയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ കുറച്ച് അറിയാൻ പറ്റുന്നത്. അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നില്ല. ഏതായാലും ചില ആൾക്കാർ പറയുന്നു, ഇപ്പോൾ ഇന്നലത്തെ ന്യൂസാണെന്ന് തോന്നുന്നു, സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് കിട്ടിയില്ല, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി കിട്ടിയില്ല, വെറും സഹമന്ത്രി. ഇത് എന്തറിയാമെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. അങ്ങനെ അല്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രിമാർക്കിട്ട് ശമ്പളം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുള്ളി സിനിമയിൽ അഭിനയിച്ചിട്ട് വേണം, അതിൽ കിട്ടുന്ന പൈസ കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ചിലവെടുത്താനും പിന്നീട് ഈ ചാരിറ്റി ഇല്ലേ സാധുക്കൾക്ക് കൊടുക്കാനും. അത് പുള്ളി ഒരു സുപ്രഭാതം നിർത്തുമോ? പുള്ളി കൈക്കൂലി വാങ്ങിക്കുന്ന ആളല്ല, അങ്ങനെ ആരും ചിന്തിക്കുകയും വേണ്ട. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഈ പദവി നമുക്ക് കിട്ടിയൊരു വലിയ പദവിയാണെന്ന് കരുതുക. അല്ലാതെ എടുക്കാൻ പോയാത്തൊരു പോസ്റ്റ് അങ്ങോട്ട് തലയെടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരനെ അഭിനയിക്കാൻ പോകാനും വയ്യ. നല്ല ശമ്പളം പുള്ളി വാങ്ങിച്ചിട്ട് ആണ് അഭിനയിക്കുന്നത്. 3-4 പടങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്ത് തീർക്കാനുള്ളത്. അത് തീർക്കാതെ പുള്ളിക്കാരന് സ്വതന്ത്ര ചുമതലയുള്ള ജോലി കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ, സിനിമാ സുഹൃത്തുക്കളെ, അഭ്യുതകാംക്ഷകളെ, നിങ്ങൾ പറയുന്ന പോലെ സുരേഷ് ഗോപിയോട് ആരും ചതി ചെയ്തിട്ടില്ല. എന്നാലും സുരേഷ് ഗോപിയുടെ ചതിക്കണോ ഇങ്ങനെ, സുരേഷ് ഗോപി ഇങ്ങനെ വേണമായിരുന്നോ എന്നും ചിന്തിക്കുന്ന മൗഢ്യമാണ് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് വീണ് കിട്ടിയ സൗഭാഗ്യമാണ് സുരേഷ് ഗോപി തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ജയിച്ചതും ഒരു MP ആയതും. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായത് തൃശ്ശൂർക്കാരുടെ മാത്രമല്ല മന്ത്രി, നമ്മുടെ കേരളക്കാരുടെ മന്ത്രിയാണ്. കേരളക്കാരുടെ മാത്രം മന്ത്രിയല്ല, അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മന്ത്രിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വീണ് കിട്ടിയ ഈ ഒരു അസുലഭ മുഹൂർത്തം നമ്മൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാധനയോട് കാണുക. നല്ലൊരു പ്രവർത്തനം നമ്മുടെ സുരേഷ് ഗോപിയിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇന്ന് ഞാൻ സംസാരിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മതിമോഹനം മാനസം